നമസ്കാരം, ഞാൻ ഡോക്ടർ ആമിന. ഞാനിന്ന് ഇവിടെ സംസാരിക്കുന്നത് ഹെയർ ലോസിന്റെ കാരണങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഹെയർ ലോസിന്റെ കാരണങ്ങൾ പറയുമ്പോൾ മൾട്ടി ഫാക്ടോറിയലാണ്. ഒത്തിരി കാരണങ്ങൾ കൊണ്ടിട്ട് ഹെയർ ലോസ് സംഭവിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ജനറ്റിക് ആയിട്ടുള്ള കോസസ് ആണ്. ജനറ്റിക് കോസസിൽ അലോപേഷ്യ ഒക്കെ അതിൽ വരും. കാരണം ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹെയർ ലോസ് സംഭവിക്കുന്നുണ്ട്. പാച്ചസ് ആയിട്ട് ഹെയർ നഷ്ടപ്പെടുന്നതാണ് ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഹോർമോണൽ ആയിട്ടുള്ള ഒരു ഇംബാലൻസ് നമ്മുടെ ബോഡിയിൽ നമ്മളിപ്പോൾ PCOD അല്ലെങ്കിൽ PCOS കണ്ടീഷൻ അല്ലെങ്കിൽ തൈറോയിഡ് ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഹോർമോണൽ ഇംബാലൻസ് നടക്കുന്നുണ്ട്. അതുമൂലം അല്ലെങ്കിൽ ഒരു പോസ്റ്റ്പാർട്ടം ഒക്കെ ആണെങ്കിൽ ഒത്തിരി ഹോർമോണൽ വേരിയേഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഹെയർ ലോസ് സംഭവിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, നമ്മൾ ഏറ്റവും നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡയറ്റ്. അപ്പോൾ ഡയറ്റിൽ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും ഇല്ലെങ്കിൽ, ലൈക്ക് അയണിന്റെ ഡെഫിഷ്യൻസിയോ വൈറ്റമിൻ D ഡെഫിഷ്യൻസിയോ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയോ അതുപോലെ സിങ്കിന്റെ ഡെഫിഷ്യൻസിയോ ഒക്കെ ഹെയർ ലോസിലേക്ക് നയിച്ചേക്കാം. അതുപോലെ തന്നെ സ്ട്രെസ് ഒരു വലിയ ഫാക്ടറാണ്. കാരണം ഈ സ്ട്രെസ് കൂടുതലാവുമ്പോൾ നമ്മുടെ ഹെയറിന്റെ ടീലോജൻ ഫേസ് പെട്ടെന്നാക്കുന്നു. അപ്പോൾ അതുമൂലം ഹെയർ ലോസ് സ്പീഡപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറേയും കൂടെ ഒരു മെഡിറ്റേഷനോ അല്ലെങ്കിൽ യോഗ പ്രാക്ടീസോ അത്തരത്തിലുള്ള കുറച്ചും കൂടെ റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരിക. അപ്പം അങ്ങനെ കുറച്ചും കൂടെ റിലാക്സ് ആയിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഡ്രഗ് ഹിസ്റ്ററി ഒക്കെ ഏതിലൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഹെയർ ലോസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. എങ്കിൽ കഴിവതും ഒരു ഡോക്ടറിന്റെ സഹായം സ്വീകരിക്കുക. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ബോഡീനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾക്ക് തന്നെയാണ്. അപ്പം നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു കുറവ് നമുക്ക് തന്നെ തോന്നുവാണെങ്കിൽ അതിനെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്ത സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം.